അപ്പോൾ ഇനി മുതൽ കുതിർക്കണ്ട, ആട്ടണ്ട, പുളിപ്പിക്കണ്ട. മിസ്റ്റർ മേസ്തിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കിടുക്കാച്ചി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ദോശ കഴിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അരിയെ വെള്ളത്തിയിട്ട്, അരിയും ഉഴുന്നും വെള്ളത്തിയിട്ട് വെച്ച് അത് കുതിർത്തതിന് ശേഷം അത് ആട്ടി ഒരു 8 മണിക്കൂർ വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ദോശ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനൊരു 10 മിനിറ്റ് ദോശ ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണ്. അപ്പം അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ദോശ മിക്സ്. അപ്പം നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. 450 ഗ്രാം പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വെയിലത്തിട്ട് ഉണങ്ങി എടുത്തതാണ്. 50 ഗ്രാം അവില്, ഉഴുന്ന് 150 ഗ്രാം, റവ, സോഡാപ്പൊടി, ഉലുവ, ഉപ്പ്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. നിറം മാറാനൊന്നും നിൽക്കരുത്. അരി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിനകത്ത് ഈർപ്പം വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈർപ്പമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. അപ്പം അരി ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം കൂടെ വറുത്തെടുക്കാം. ഉഴുന്നിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിം ആയിരിക്കണേ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അവിലൂടെ ഇട്ട് കൊടുക്കാം. അവിലിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, തീ നല്ലോണം കുറച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ചൂട് നല്ലോണം പോയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ അങ്ങ് പൊടിയണ്ട, അല്പം തരിയൊക്കെ കിടക്കണം. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. നേരെ അങ്ങ് പൊടിച്ചിട്ടില്ല, തരിതരിപ്പുമുണ്ട്, പൊടിയുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഴുന്ന് അവില് ഇപ്പം നല്ലോണം തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്. ഇത് നല്ല രീതിയിൽ പൊടിച്ചതാണ്, നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെ കുറച്ച് ദോശപ്പൊടി എടുക്കുന്നുള്ളൂ, കുറച്ച് നമുക്ക് ബാക്കി മാറ്റി വെച്ചേക്കാം. ഒരു എയർടൈറ്റുള്ള ഒരു ബോക്സിൽ വെച്ചിരുന്നാൽ നമുക്ക് എപ്പം ദോശ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു അപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മളെ ഇഷ്ടത്തിന് എത്ര കട്ടി വേണമെന്നുള്ളത് നമ്മളെ തീരുമാനമാണ്. കട്ട നമുക്കൊന്ന്
മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു കട്ടയും കൂടാതെയാണ് കലക്കി, ഒരു കട്ട പോലും ഇല്ല, ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ദോശ എന്ന് പറഞ്ഞാൽ ഒണിയൻ ദോശയാണ്. അപ്പോൾ ഞാനത് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചേർത്തിട്ടില്ല. കറക്റ്റാണ് ഉപ്പ്. അപ്പോൾ നിങ്ങൾക്ക് രുചി നോക്കിയിട്ട് ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ വീണ്ടും ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ദോശ നമുക്ക് എടുക്കാം. സംഭവം കളറായിട്ടുണ്ട്. അത്ര പെട്ടെന്ന് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചതല്ല. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഒരു അത്യാവശ്യം വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ സാധാ കഴിക്കുന്ന ദോശയെങ്കിലും അല്പം വെറൈറ്റി ടേസ്റ്റാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.